ഈ ചില സമയത്ത് ഈ ട്രെയിലർ പോലും കാണാണ്ട് പോയി കാണുന്ന ചില പടങ്ങൾ നൈസായിട്ട് ക്ലിക്ക് ആവണത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതുപോലെ എനിക്കിപ്പോ ക്ലിക്ക് അയക്കണ ഒരു പടമാണ് ഈ അടുത്തിറങ്ങിയേക്കണ പ്രകമ്പനം. ഇപ്പം ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിജീഷ് പെനത്തൂരാണ്. പുള്ളിയാണ് കോറിട്ടനും ചെയ്തിരിക്കുന്നത്. കൂടെ ശ്രീഹരി വടക്കനും കൂടിയാണ് ഈ പടം എഴുതിയിരിക്കുന്നത്. സ്റ്റാർ ചെയ്യുന്നത് നമ്മുടെ ഗണപതി, ആഫ്റ്റർ മഞ്ഞുമൽ ബോയ്സ്, പിന്നെ പണിയിലെ സാഗർ സൂര്യ, പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസർ അല്ലമീൻ. ഇവരാണ് ഇതിൻ്റെ അകത്തൊരു മേജർ 3 ആക്ടേഴ്സ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. കൂടാതെ മല്ലിക സുകുമാരനുണ്ട്, പിന്നെ നമ്മുടെ ദ ലേറ്റ് കലാഭവൻ നവാസ്. പുള്ളിയുടെ ലാസ്റ്റ് മൂവി കൂടിയായിരുന്നു ഈ പ്രകമ്പനം. ആക്ച്വലി അതാണോന്ന് പറഞ്ഞിട്ട് ഈ പടത്തിന്റെ അകത്ത് ചെറിയൊരു ഇൻകംപ്ലീറ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഓപ്പൺലി പറയാം, ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാണ്ടാണ് ഞാൻ പോയി കാണുന്നത്. ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല. പ്രകമ്പനവും അതിന്റെ ഒരു പോസ്റ്ററും കണ്ടപ്പോ പിന്നെ ബുക്ക് മൈ ഷോയില് അതിന്റെ ജോൺറ ഒരു ഹൊറർ കോമഡി എന്നൊക്കെ ഇട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തലവെച്ചേക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഓപ്പൺലി പറയാം, ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര പക്ക സൂപ്പർ പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസമായിട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സം ഓഫ് ദി അതർ ലോജിക്കൽ മിസ്റ്റേക്സ് എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറെ മിസ്സിങ്ങും കാര്യങ്ങളും, കുറെ ലിങ്ക് ഒന്നും കിട്ടാത്ത പോലത്തെ ഇത്. എന്നാ വെച്ചാൽ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമും അല്ല കേട്ടോ. ഇത് കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഹലോ മമ്മിയുടെ ഒരു രീതിയാണ് എനിക്ക് ഫീൽ ആയത്. ഹലോ മമ്മിയിലും ഇതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമിക്കും ഭയങ്കര രസമുള്ള കോമഡിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് കുറച്ച് സീരിയസ് ആയിരുന്നു. പിന്നെ കുറച്ചൊരു ഡിസ്കണക്ഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫിലിമിന്റെ അകത്ത് സെക്കൻഡ് ഹാഫ് കോമഡി ഉണ്ട്, അതേസമയം എന്തൊക്കെയോ കുറെ ഒരു മിസ്സിംഗ് ലിങ്കും കാര്യങ്ങളും. ഇതിന്റെ മ്യൂസിക് ഇസ് ഡൺ ബൈ ബിബിൻ അശോക്. മ്യൂസിക് വാസ് ഓക്കെ. ചില ഒരു സ്റ്റാർട്ടിങ്ങിലൊന്നും ഇതൊന്നും എനിക്ക് അത്ര സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആ ഫിലിമിന്റെ സിനാരിയോ അനുസരിച്ച് ബ്ലെൻഡ് ആവുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് ഒക്കെ ഒരു ചെറിയൊരു ആവറേജ് രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ടു എൻഡ്, പ്രകമ്പനം ഒരു വീക്കെൻഡിന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ദാറ്റ്സ് പ്രകമ്പനം ഫോർ യു. ടേക്ക് കെയർ.